ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. അയില കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് മുളകിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1/2 കിലോ അയിലയാണിത്. വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ചുമന്നുള്ളി, പച്ചമുളക്, കുടംപുളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കല്ലിൽ വെച്ച് ചതച്ചാണ് വെച്ചിരിക്കണേ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് ഒരു 2-3 തരി കടുകിട്ട് കൊടുക്കാം. ഒത്തിരി കടുകൊന്നും ഇടണ്ട. ഞാനിപ്പോൾ ഇതിങ്ങനെ കയ്യിൽ 2-3 തരി എടുത്തിട്ടേ ഉള്ളൂ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ഈ കടുക് എടുത്ത പോലെ തന്നെ ഒരു 3-4 തരി ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. അപ്പോൾ ആ ഉലുവയും ഒന്ന് പൊട്ടട്ടെ. ഇനി ഉലുവ പൊട്ടി വരുമ്പോഴത്തേനും ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കണം. ഈ ഉലുവയും കടുകും പൊട്ടാനാണ് ഇത്രയും നേരം എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4-5 ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞതാണ്. ഒരു 4 ചുമന്നുള്ളി ഉണ്ട്. ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, അതും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുരിയട്ടെ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെ നല്ലതുപോലെ മൂത്ത് കിട്ടണം. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് നല്ലതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണേ. സ്പൂണും കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ച് തന്നെയാണ് ഇളക്കണേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വെറുതെ അങ്ങോട്ട് ഇടുമ്പോഴത്തേനും ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോകും. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിയില്ല അങ്ങനെ. അതേപോലെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി, ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി നല്ലതുപോലെ മൂക്കട്ടെ. മൂത്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അടിക്കൊന്നും പിടിക്കരുത്. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലപോലെ ഇളക്കണം. അപ്പോൾ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അധികം വെള്ളം ഒഴിക്കാനായിട്ട്. ഇതേപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഒരു 3 കഷ്ണം പുളി
കുടംപുളിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ആ വെള്ളവും പുളിയും കൂടെ കഴുകിയിട്ടതാണ് പുളി. ആ വെള്ളവും പുളിയും കൂടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല തിളച്ച് കുറുകണം. എന്നിട്ട് നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 3 അയില ഉണ്ടായിരുന്നേ, 1/2 കിലോ. 2 ഇത്തിരി വലുതായിരുന്നേ, 1 ചെറുതുമായിരുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒന്ന് അനക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി വെക്കാം. നല്ലതുപോലെ തിളച്ച് വറ്റട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ ഞാനിവിടെ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ അയില കിട്ടുമ്പോൾ ഇതേപോലെ മുളകിട്ട് അയില കറി വെക്കാൻ മറക്കരുത് ആരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.